ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. വീണ്ടും ഞാനൊരു ഫാമിലി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ്റെ വ്ളോഗാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ജൂൺ 5-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പം കല്യാണത്തിന് ശേഷം ആദ്യത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേ എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതായിരുന്നു ബർത്ത്ഡേ കേക്ക്. അപ്പോൾ കേക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഞാനും ശ്രുതിലും കാർത്തിയും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. ശ്രുതിലമ്മയ്ക്ക് കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ കാർത്തിക്കുട്ടനും കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. കാർത്തിക്കുട്ടനാണെങ്കിൽ ആദ്യം കേക്ക് കൊടുത്തപ്പോഴത്തേക്കും സാധാരണ അവൻ പെട്ടെന്ന് ചാടി വീഴുന്നതാണ്, പക്ഷെ എന്തോ അവൻ കഴിച്ചില്ല. പിന്നീട് വിച്ചുവിനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കേക്കെല്ലാം കൊടുത്തു. കാർത്തികാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഒക്കെ കൂടെ കൂടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അമ്പിയമ്മേനെ ആണെങ്കിലും ശ്രുതിലുവിനെ ആണെങ്കിലും ഒക്കെ അവൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാനും ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേ ഇത്രയും ഭംഗിയായിട്ട് ആഘോഷിക്കുന്നത്. സാധാരണ കല്യാണത്തിന് മുൻപൊക്കെ ആണെങ്കിലും ചേച്ചി എനിക്ക് എല്ലാ വർഷവും ബർത്ത്ഡേ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി കട്ട് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്യും. അതൊക്കെ സന്തോഷം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ കുഞ്ഞു കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ് എൻ്റെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിച്ചത്. അപ്പം അതിന് മുൻകൈ എടുത്ത വിച്ചുവിനും അമ്പയമ്മയ്ക്കും തുളസി അച്ഛനും ഒക്കെ ഒരുപാട് നന്ദി പറയുവാണ്. കാരണം അത്രയും ഹാപ്പി ആയിരുന്നു ഞാൻ ആ ദിവസം. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും അതേപോലെ തന്നെ സുമാൻ്റിയും ചിറ്റനും എൻ്റെ രാധാപ്പയും പാറക്കുട്ടിയും എല്ലാവരും ഉണ്ടായിരുന്നു. അതേപോലെ അറവുകാട് നിന്നുള്ള അച്ചായിയും മമ്മിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വ്ലോഗിൽ നമ്മൾക്ക് മിസ്സിങ് ഉള്ളത് ലക്ഷ്മി ചേച്ചിയും ശ്രീരാജ് ചേട്ടനുമാണ്. അവർ ഈ സമയത്ത് വീഡിയോ കോൾ ചെയ്ത് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കായിട്ട് ഞാനും കേക്ക് കൊടുക്കുന്നു. പിന്നെ അവരെല്ലാവരും എനിക്കും കേക്കൊക്കെ തന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ആയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ഒരു ബർത്ത്ഡേ ചിലപ്പം ഇതായിരിക്കും. ചിലപ്പോഴൊന്നല്ല, ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ബർത്ത്ഡേ. അപ്പോൾ ഇത് പാറക്കുട്ടിയാണ്. പാറക്കുട്ടിയെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മുടെ കുറേ വ്ളോഗുകളിലൊക്കെ അവൾ ഉണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം ആൾ കോഴിക്കോട് പഠിക്കാൻ പോയിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് ശേഷം അവളുള്ള ഒരു ഫാമിലി വ്ളോഗും കൂടിയാണ് ഇത്. അപ്പോൾ ഇതാണ് തുളസി അച്ഛൻ. തുളസി അച്ഛനും അതേപോലെ തന്നെ അങ്ങനെ എല്ലാ വ്ളോഗിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ചില വ്ളോഗുകളിൽ മാത്രമേ അച്ഛനുള്ളൂ. എന്തായാലും എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് ഫുൾ അച്ഛൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അതിലും എനിക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തേക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അതെല്ലാം റെഡിയാക്കിയിട്ടുള്ളത് അമ്പിയമ്മയായിരുന്നു. ചോറും കറിയും അതേപോലെ മീൻകറി, ചിക്കൻ കറി, മോര്, തോരൻ അങ്ങനെയുള്ള ഫുഡായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വിച്ചുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ഇതേപോലെ എല്ലാവരും ഒത്തുകൂടി ആഘോഷിച്ചിരുന്നു. ഞാൻ അതിൻ്റെ വ്ളോഗ് ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അന്ന് നമ്മൾ വൈകിട്ട് എല്ലാവർക്കും ബീഫ് ബിരിയാണി ആയിരുന്നു ഇണക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ചോറാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് മാലാമ്മ തുളസി അച്ഛൻ്റെ അമ്മയാണ്. അപ്പോൾ മാലാമ്മയ്ക്ക് കേക്ക് കൊടുത്തപ്പോൾ മാലാമ്മയ്ക്ക് ഇച്ചിരി മതി എന്ന് പറഞ്ഞു. അതേപോലെ മാലാമ്മ എനിക്കും കേക്കൊക്കെ വായിൽ വെച്ച് തന്നു. അതിനുശേഷം പിന്നെ എല്ലാവരും എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ചേച്ചിയുടെ വകയുള്ള ഗിഫ്റ്റാണ്. അതുപോലെ തന്നെ പാറക്കുട്ടി എനിക്ക് ഗിഫ്റ്റ് തന്നു. അതുപോലെ മമ്മി എനിക്ക് ക്യാഷാണ് തന്നത്. അതുപോലെ അമ്പിയമ്മ എനിക്ക് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്ത് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ചിറ്റൻ എനിക്കൊരു പോപ്പിയുടെ ഒരു അടിപൊളി കുടയാണ് തന്നത്. അതിനുശേഷം പിന്നെ കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് ചേച്ചി എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ ഉള്ളവരെല്ലാം കേക്ക് കഴിക്കാൻ പുറകോട്ടും ഷുഗർ ഇല്ലാത്തവരൊക്കെ കേക്ക് കഴിക്കാൻ വളരെയധികം മുൻപോട്ടുമായിരുന്നു. അങ്ങനെ കേക്ക് എല്ലാവർക്കും മുറിച്ച് കൊടുത്തു. വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. പിന്നീട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ചടങ്ങിലേക്ക് പോയി. അപ്പോൾ ശ്രുതിലപ്പൻ ഒരു വലിയ പീസ് കേക്കൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇതെല്ലാം അമ്പിയമ്മയാണ് കേട്ടോ തയ്യാറാക്കിയത്. ഞാനെല്ലാം അരിഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ഭക്ഷണവും തയ്യാറാക്കിയത് അമ്മയാണ്. ഭക്ഷണം എല്ലാം വളരെ അടിപൊളിയായിരുന്നു. കഴിച്ചവരെല്ലാവരും നല്ല അഭിപ്രായമാണ് ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞത്. അമ്പിയമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും.
അപ്പം അത് അമ്പിയമ്മയെ ഒന്ന് അഭിനന്ദിക്കാനായിട്ട് ചേച്ചി ക്യാമറയുമായിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് അടിപൊളിയായി എന്ന് പറയുമ്പം ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ ഇവിടെ ദാ ശ്രുതിലയും അതേപോലെ കാർത്തിയും കൂടി ഭയങ്കര കളിയായിരുന്നു. അവർ ഫോണിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു സെക്ഷൻ ആൾക്കാർ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അമ്മയും അതേപോലെ ചേച്ചിയും ചിറ്റയും ഹാദപ്പിയും പാർക്കുട്ടിയും ആൻറ്റിയും എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് അവരെല്ലാം പോയതിന് ശേഷമാണ് ഞങ്ങൾ ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും അവർക്കൊരു ഡിസ്റ്റർബൻസ്. പക്ഷെ എന്നാലും നമുക്ക് ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ഷൂട്ട് ചെയ്യും. പിന്നെ ശ്രുതിലപ്പനും മമ്മിത ചോറ് വാരി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കാർത്തിക്കുട്ടനും ഞാനും ചോറ് വാരി കൊടുക്കുകയാണ്. അപ്പം രണ്ടുപേരും കൂടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും ഇങ്ങനെ മതിമറന്നിരിക്കുന്നത് കൊണ്ട് ചോറെല്ലാം നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ രണ്ടുപേരെയും ചോറ് കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു കേക്ക്, ഹിമാലയയുടെ ഒരു ചോക്ലേറ്റ് കേക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നിട്ട് പെട്ടെന്ന് പോവുകയാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ട് എനിക്കത് തരുന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റായിരുന്നു. അപ്പം അനുചേട്ടൻ എന്നാണ് പേര്, അച്ഛൻ്റെ പണിക്കാരനാണ്. അപ്പം അനുചേട്ടൻ കേക്ക് കൊണ്ടുവന്ന കൂട്ടത്തിൽ ശ്രുതിലേക്ക് ചോക്ലേറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ശ്രുതിലയും കാർത്തിയും കൂടിയൊക്കെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചു. അങ്ങനെ അതിനുശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. ചിറ്റനും സുമാൻ്റെയും എല്ലാം ഇത് വണ്ടിയിൽ കയറി പോകുന്നു. അതുപോലെ തന്നെ കളവൂരുള്ള ടീമും എല്ലാവരും എന്താ വണ്ടിയിൽ കയറി പോകുന്നു. അങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ളൊരു ബർത്ത്ഡേ ഫങ്ഷൻ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണിത്. ആദ്യം കാണിച്ച ടോപ്പ് ചേച്ചി തന്നതാണ്. ഇതൊരു ഓർഗൻസയുടെ ടോപ്പാണ്. ഇതെനിക്ക് പാർക്കുട്ടിയാണ് തന്നത്. അതുപോലെ തന്നെ വിച്ചു എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളത് മൂക്കുത്തിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ മൂക്കിൽ കിടക്കുന്നത് ടെമ്പററി ആയിട്ടുള്ള മൂക്കുത്തിയാണ്. അപ്പോൾ അതിന് ശേഷം പിന്നീട് അമ്പിയമ്മയും മമ്മിയും ഒക്കെ എനിക്ക് ക്യാഷാണ് തന്നത്. പിന്നീട് ഇതാണ് ചിറ്റൻ തന്ന കുട. വളരെ ഭംഗിയുള്ള ഒരു കുടയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബർത്ത്ഡേ വ്ലോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.